ഹലോ മക്കളെ, 8ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയിൽ ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് വേർഡ് പിരമിഡ്. ഇവിടുന്ന് ചോദ്യം വന്നാൽ എങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക: ലുക്ക് അറ്റ് ദി വേർഡ് പിരമിഡ് ഗിവൻ ബിലോ ആൻഡ് പ്രിപ്പയർ എ സിമിലർ വേർഡ് പിരമിഡ് ഫോർ ട്രീ. തന്നിരിക്കുന്ന വേർഡ് പിരമിഡ് നോക്കാം. ബസ് ഉണ്ട്, അടുത്തത് ദ ബസ് എന്നാണ്, ദ ബ്ലൂ ബസ് എന്നാണ്, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ ബസ് ആണ്. ഇത് നിങ്ങൾ ട്രീക്ക് വേണ്ടി ഉണ്ടാക്കണം. ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കുക? പല രീതിയിലുണ്ടാക്കാം. പക്ഷേ ഏറ്റവും സിമ്പിൾ രീതി എന്താണ്? ഫസ്റ്റ് ട്രീ എന്ന് എഴുതി വെക്കുക ബസ്സിന് പകരം. ദ ബസ്സിന് പകരം നിങ്ങൾ എന്ത് എഴുതണം? ദ ട്രീ എന്ന് എഴുതി വെക്കുക. അല്ലെ എ ട്രീ എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ഒരു ട്രീ എഴുതാൻ കുഴപ്പമില്ല. പക്ഷേ അത് ഇതുപോലെ തന്നെ എഴുതുകയാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ. ഓവർ കോംപ്ലിക്കേഷൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ദ ട്രീ. ദ ബ്ലൂ ബസ്സിന് പകരം ദ ബ്ലൂ ട്രീ എന്ന് കൊടുക്കുന്നൊരു തെറ്റില്ല, പക്ഷേ അതൊരു സെൻസ് ഉണ്ടാകുന്നില്ല. അപ്പം കുറച്ചുകൂടി സെൻസിബിളായിട്ട് ഉപയോഗിക്കാം. ദ ബിഗ് ട്രീ എന്നായിക്കോട്ടെ. ബേസിക്കലി ആ ട്രീനെ ഇവിടെ ബസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ട്രീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബിഗ് എന്ന് ഉപയോഗിച്ചാൽ മതി, അല്ല സ്മോൾ എന്ന് ഉപയോഗിക്കാം, അല്ല ബ്രൗൺ ട്രീ എന്ന് ഉപയോഗിക്കാം. പക്ഷെ ബ്രൗൺ ട്രീ നമ്മൾ പൊതുവെ പറയാറില്ലല്ലോ. ബ്രൗൺ കളർ മരം എന്ന് പറയാറില്ലല്ലോ, വലിയ മരം എന്ന് പറയും. ദ ബിഗ് ട്രീ. ദ ബ്യൂട്ടിഫുൾ ബ്ലൂ ബസ്. ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ദ ബ്യൂട്ടിഫുൾ എന്നോ അല്ലെങ്കിൽ ദ മാർവലസ് എന്നോ ഒക്കെ പറയാം. ഞാൻ രസത്തിന് വേണ്ടി ഞാൻ എന്ത് എഴുതുന്നു? ദ മാർവലസ് ബിഗ് ട്രീ. ദി അഗ്ലി ബിഗ് ട്രീ എന്ന് എഴുതാം, പക്ഷെ നമ്മൾ പൊതുവെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഴുതാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, വായിക്കുമ്പോൾ രസമില്ലല്ലോ. ടീച്ചർ വായിക്കുമ്പോൾ നെഗറ്റീവ് അഗ്ലി എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ അഗ്ലിനെസ് ഉണ്ടോ എന്നുള്ള തോന്നൽ വരാം. എന്താണെങ്കിലും നമ്മൾ അതിനൊന്നും നിൽക്കണ്ട. ഒരു പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പം ബ്യൂട്ടിഫുൾ എന്ന് തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. വാ. Look at the word pyramid given below and prepare a similar word pyramid for the word book. ഇപ്പോൾ കാറ്, the new car of my friend Jack. അപ്പോൾ ഇതേ പാറ്റേണിൽ നിങ്ങൾ എഴുതുക. ബുക്ക് എന്ന് കൊടുക്കുക കാറിന് പകരം. അടുത്തതിൽ ദ കാറിന് പകരം ദ ബുക്ക് എന്ന് കൊടുക്കുക. ദ ന്യൂ കാറിന് പകരം ദി ന്യൂ ബുക്ക് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓൾഡ് ബുക്ക് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ദ ന്യൂ കാർ ഓഫ് മൈ ഫ്രണ്ട്. അപ്പോൾ ദ ന്യൂ കാറ് ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ദ ഓൾഡ് ബുക്ക് അങ്ങനെ നിൽക്കട്ടെ. ഓഫ് മൈ ഫ്രണ്ട് ആണ് പുതിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ദ ഓൾഡ് ബുക്ക് ഓഫ് മൈ ഫ്രണ്ട് ജില്ലെന്നോ ആര് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓഫ് ദി ലൈബ്രറി എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഓഫ് ദി ലൈബ്രറിയോ ഫ്രം ദി ലൈബ്രറിയോ കൊടുത്താലും കുഴപ്പമില്ല, എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത്. ഇതേ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടാവണം, അതേ വാക്കുകളാവണമെന്നൊന്നുമില്ല. ദ ന്യൂ കാറിന് വരെ ദി ന്യൂ ബുക്ക് എന്ന് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? ഒരെണ്ണം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതും കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മക്കളെ വേർഡ് പിരമിഡ് വന്നാൽ നിങ്ങൾ തകർക്കും. ആ 2 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരാൻ പോവാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ. ഇംഗ്ലീഷ് പരീക്ഷ നമുക്ക് തകർക്കണം ഈ പ്രാവശ്യം.